പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. KSSPU ഷൊർണൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന സമ്മേളനത്തിൽ മുതിർന്ന അംഗങ്ങളെയും പ്രതിഭകളെയും ആദരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് 34-ാം വാർഷിക സമ്മേളനം ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. ഇന്ന് ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന സമ്മേളനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും തൊഴിലാളി താൽപര്യങ്ങൾ തള്ളിക്കളയുന്ന കേന്ദ്ര നിലപാടുകൾക്കെതിരെ ജാഗ്രത വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നവരെ എന്നും ഇടതുപക്ഷ സർക്കാർ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ P നിർമ്മല മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് K സുന്ദരേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. VK ശ്രീകൃഷ്ണൻ, K രേവതി, K വിനോദ്, P ഗംഗാധരൻ, R മണി, A ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ സമ്മേളനത്തിൽ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി 75 വയസ്സ് പിന്നിട്ട മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിക്കുകയും ചെയ്തു. ആ നിലയിൽ കേരള സർവീസ് പെൻഷൻ യൂണിയൻ KSSPU എന്ന് പറയുന്ന സംഘടന ഇന്ന് കേരള സാമൂഹ്യ ജീവിതത്തിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അവഗണിക്കാൻ കഴിയാത്തൊരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മളിവിടുത്തെ 34-ാമത് ബ്ലോക്ക് വാർഷിക സമ്മേളനം ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട്, മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ സവിസ്തരമായി ചർച്ച നടത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടാനും ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് പരിഹരിക്കാനാവശ്യമായ പരിഹാര നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വെച്ച് ആവശ്യമായ സംഘടനാപരമായ തീരുമാനങ്ങളും. ന്യൂസ് ഡെസ്ക് CCV.